നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. നിതീഷ് കുമാർ രാജിവെച്ചു. ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കി നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെച്ചു. നിതീഷിന്റെ കടുത്ത തീരുമാനം അഴിമതി കേസിൽ കുരുങ്ങിയ തേജസ്വി യാദവ് ഉപമുഖ്യ പദവി രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഗവർണർ കേസരിനാഥ് ത്രിപാഠിയെ കണ്ട് നിതീഷ് രാജിക്കത്ത് കൈമാറിയത് അല്പസമയം മുൻപ്. RJD-JDU മഹാസഖ്യം തകർന്നതോടെ ബീഹാർ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്. അവസരം മുതലെടുക്കാൻ കച്ചമുറക്കി BJP. 243 അംഗ നിയമസഭയിൽ BJPക്കുള്ളത് 53 MLA-മാർ. JDU-വിനെ പിന്തുണയ്ക്കാൻ തയ്യാറെന്ന് BJP. പാർട്ടിയുടെ അടിയന്തര യോഗം ഉടൻ ചേരും. അഴിമതി കേസിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തിട്ടും തേജസ്വി യാദവും അച്ഛൻ ലാലു പ്രസാദ് യാദവും പിന്തുടർന്നത് കടുത്ത നിലപാട്. വിശദീകരണം ആവശ്യപ്പെട്ട് നിതീഷ് നൽകിയ കത്തിനും മറുപടി നൽകാതെ തേജസ്വി യാദവ്. മകന് ലാലു പ്രസാദ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ബീഹാറിൽ സംഭവിച്ചത് അനിവാര്യമായ കഥാന്ത്യം. രഹസ്യമാക്കി കോടതി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി നടപടികൾ രഹസ്യമാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. തീരുമാനം നടിയുടെ രഹസ്യമൊഴി പുറത്തുവരാതിരിക്കാൻ തുറന്ന കോടതിയിലെ വാദം അവസാനിപ്പിക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം അനുവദിച്ച്. തുറന്ന കോടതിയിലെ വാദം കേൾക്കൽ ഇരയുടെ ജീവന് ഭീഷണി ഉയർത്തുന്നതായും പ്രോസിക്യൂഷൻ. സംഭവം നിർഭയ കേസിനേക്കാൾ പ്രഹരശേഷിയുള്ളത്. മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ രഹസ്യമൊഴി പ്രതിഭാഗത്തിന് നൽകരുത്. ഇരയുടെ അഭിമാനവും സുരക്ഷയും സർക്കാരിന്റെ ചുമതലയെന്നും ആ സാമൂഹിക ഉത്തരവാദിത്തം പ്രോസിക്യൂഷൻ ഉണ്ടെന്നും കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. അതിനിടെ കേസിൽ സുപ്രീം കോടതിയെ ഉടൻ സമീപിക്കില്ലെന്ന് ദിലീപ്. തീരുമാനം അഭിഭാഷകനുമായി ആലുവ സബ് ജയിലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ. തുടർ നടപടികൾ അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷം മാത്രം മതിയെന്നും നിലപാട്. ദിലീപ് നിയമോപദേശം തേടിയത് ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ. അതേസമയം 2011 മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ തള്ളി കോടതി. വിൻസെന്റിന് ജാമ്യമില്ല. വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ M. വിൻസെന്റ് MLA-ക്ക് ജാമ്യമില്ല. പ്രതി ഉന്നത സ്വാധീനമുള്ള വ്യക്തിയെന്നും ജാമ്യം നൽകുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും പ്രോസിക്യൂഷൻ വാദം ശരിവെച്ച് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി. കേസിൽ പ്രോസിക്യൂഷൻ വാദങ്ങളെ തള്ളി പ്രതിഭാഗം. MLA 900 തവണ വീട്ടമ്മയെ വിളിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതം. വിൻസെന്റിന്റെ ഫോണിൽ നിന്ന് പുറത്തേക്ക് കോളുകൾ പോയത് 138 തവണ മാത്രം. ഭാര്യയെ ഉൾപ്പെടെ വിളിച്ചതാണിതെന്നും കോടതിയിൽ പ്രതിഭാഗം. അതേസമയം കേസിൽ വിൻസെന്റിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനം. വിശദ പരിശോധന മുൻകാലങ്ങളിൽ ഫോൺ ഏതെല്ലാം തരത്തിൽ ഉപയോഗിച്ചു എന്നതിലും സംഭാഷണങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നതിലും. പിന്തുണ സ്വതന്ത്രന്. സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനായി രാജ്യസഭയിലേക്ക് ആരെന്ന ചോദ്യത്തിൽ അഭ്യൂഹം നിലനിൽക്കെ നിലപാട് വ്യക്തമാക്കി CPM കേന്ദ്ര നേതൃത്വം. ബംഗാളിൽ ഒഴിവുവന്ന സീറ്റിൽ പൊതുസ്വതന്ത്രനെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപനം. പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ പരാജയപ്പെട്ടാൽ അന്തിമ തീരുമാനം ബംഗാൾ ഘടകത്തിന് എടുക്കാമെന്നും CPM. 3 ദിവസം നീണ്ട CCയിൽ യെച്ചൂരിയുടെ സ്ഥാനാർത്ഥിത്വം വോട്ടിനിട്ട് തള്ളിയത് കാരാട്ട് പക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന്. വിഭാഗീയതയ്ക്ക് വഴിവെക്കുന്ന തീരുമാനം പാർലമെന്റിലേക്ക് പരമാവധി 2 തവണ എന്ന കീഴ്വഴക്കം യെച്ചൂരിക്കായി മാറ്റേണ്ടതില്ലെന്ന നിലപാട്. യെച്ചൂരിയുടെ രാജ്യസഭാ പ്രവേശത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്നും CC. അതിനിടെ കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായിക്കും സർക്കാരിനുമെതിരെ ഒളിയമ്പുമായി VS. പകർച്ചപ്പനി, മൂന്നാർ, സ്വാശ്രയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത രീതി ഫലപ്രദമായില്ല. സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുമായിരുന്നു. യെച്ചൂരി രാജ്യസഭയിലേക്ക് മത്സരിക്കണോ എന്നതിൽ പാർട്ടിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.